അപ്പോഴേ ഞങ്ങൾ രാവിലെ വലയെടുക്കാൻ പോകട്ടോ. ഇച്ചിരി നേരം പുലന്ന് പോയി നടക്കാനൊക്കെ പോയിട്ട് വന്നപ്പം സമയം കഴിഞ്ഞു പോയി. അപ്പം പോയി വല എടുത്തോണ്ട് വരാം. ഇത്തിരി താമസിച്ചു പോയി. കാക്കയും കിളികളൊക്കെ നമ്മുടെ വലയിൽ വല്ലതും ഉണ്ടെങ്കിൽ അഭ്യാസ പ്രകടനം നടത്തി കാണും. ഭയങ്കര വെള്ളം കേട്ടോ, ഭയങ്കര വേലിയേറ്റമായിരുന്നു. രാവിലെ നമ്മുടെ മുറ്റത്തൊക്കെ കുറച്ച് വെള്ളം അലിച്ച് കയറി. അടിയൂറ്റ് അല്ലാതെ കയറത്തില്ല, അടിയൂറ്റ് കയറുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എത്ര വെള്ളം മണ്ണിട്ട് പൊക്കിയാലും ശരി തന്നെ കുറച്ച് ഇപ്പം നമ്മുടെ ഇപ്പം കിടക്കുന്ന മുറ്റത്ത് ഫ്രണ്ടിലൊന്നും വെള്ളം അലിച്ച് കയറിയിട്ടില്ല. പക്ഷെ ബാക്കിൽ വെള്ളം ഇങ്ങനെ അടിയൂറ്റ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മുടെ അടുക്കളയിൽ ഒരിത്തിരി വെള്ളം അരിഞ്ഞ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചെന്നിട്ട് വേണം അത് ഊരിക്കളയാൻ. കുറച്ചേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കാൽപാദം നനയുന്ന കണക്കുള്ള വെള്ളമേ ഉള്ളൂ. ഇതൊരു ഭാഗ്യം. കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ അങ്ങ് കയറിയായിരുന്നു, അടിയൂറ്റി കയറിയതാ. അന്നേരം മുറ്റത്ത് ഫ്രണ്ടിൽ വെള്ളമില്ലായിരുന്നു. ദൂരെ എവിടെ പരുന്തുകൾ കരയുന്നു. ഇപ്പോൾ നമ്മൾ വലയെടുത്ത് തുടങ്ങി കേട്ടോ. ഈ ഏറ്റവും കണ്ടായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയില്ലയോ. എന്നൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവുമെന്ന. പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും, ഉണ്ടാകണം ഇല്ലയോ. എന്തുവേട്ടാ? അതൊരു പ്രതീക്ഷ കേട്ടോ. എന്ത് കുടഞ്ഞാളല്ലേ ഒന്ന് കാണിച്ച കണ്ടോ. ഉപ്പ് കൊടുക്കല്ല, എന്തോൻ്റെ പേര്, ചൊറി. അതങ്ങ് പോയി കേട്ടോ. അത് വലയെ കുരുങ്ങി നാശമായിപ്പോയി. ഇനിയിപ്പോൾ അതങ്ങ് ശരിയാക്കും കാണാം. അതെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തൊക്കെ തട്ടിയാലുണ്ട് ഭയങ്കരമായി ചൊറിഞ്ഞ് തിണുക്കും. ഭയങ്കര ചൊറിയത് എന്താണെന്ന് വെച്ചോ. വലയെ തട്ടിയുണ്ടങ്ങ് വല്ലാതായിപ്പോയതങ്ങ് കാണാനില്ല, അത് നാശമായിപ്പോയി. വലയെ കുരുങ്ങിപ്പോയി. അതാ ജീവനുള്ള കുട പോലെ നമ്മുടെ കുമിളിൻ്റെ ആകൃതിയിലാണ് അതുള്ളത്. കണ്ടിട്ടില്ലാത്ത ഇനി ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഇനി കൈവലയിൽ കോരി നമ്മുടെ കണ്ടത്തിൽ ഇപ്പം കയറത്തില്ല. കാരണം നമ്മുടെ കണ്ടം അടച്ചിട്ടേക്കുന്നതുകൊണ്ടേ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടത്തിൽ കയറുന്നതായിരുന്നത്. പങ്കായം താഴെ പോവേ. പങ്കായം ഇപ്പുറം വെക്കാൻ ഞാൻ എന്താ. അയ്യോ, ഭാഗ്യം.
പ്രതീക്ഷയോട് വന്നതുകൊണ്ട് ശരീരത്തിൽ മറ്റേ വില എടുക്കണ്ടേ? ചരിവ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഇരിക്കുന്ന കേട്ടോ. ആ ഇടേ നല്ലൊരു ഞണ്ടാ കിട്ടിയത് കേട്ടോ. നമുക്ക് എടുത്ത് നല്ലപോലെ ഇറക്കി വെക്കും. ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമെന്ന്. അത് സത്യം തന്നെ കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചാൽ അതുപോലെ തന്നെ അത് നമുക്ക് നടപ്പായി കിട്ടും. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് ഒരു ഞണ്ട് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓടിപ്പോവും. എല്ലാത്തിനും ഒരാൾ അവരുടെ ചിലവിന്മേലല്ലേ നമ്മൾ കഴിഞ്ഞു കൂടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു 2 ആയിട്ടാണ് നമ്മൾ വിലയിട്ടേക്കുന്നത് കേട്ടോ. അത് അതിൽ കൂട്ടിയിട്ടായിരുന്നോ? ആണോ? ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ? അനക്കം ഇല്ലാതിരിക്കുന്നേ? വായ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. കൈക്ക് അനക്കമൊന്നുമില്ല. തിരിച്ചു വെക്കാൻ എന്താ അവിടെ കിടന്ന് കുരുങ്ങിന്നോളൂ. നല്ല വെള്ളം ഞണ്ടാ കേട്ടോ. കായൽ ഞണ്ട്, ആഞ്ഞണ്ടുവാ. അതങ്ങ് എടുത്തോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്ക്. കുരുക്കെടുക്കുമ്പം ഇളക്കാം, സമയം കളയണ്ട. അപ്പോൾ ഇന്ന് ഈ ഞണ്ട് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഞണ്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ പെരുമൺ പാലത്തിനടുത്ത പാലത്തിൻ്റെ തൊട്ട് താഴെ ഒരാൾ ഞണ്ടെടുക്കാൻ നിൽക്കുന്നുണ്ട്. അവിടെ ആയിരുന്നു നമ്മൾ ഞണ്ട് കൊണ്ടു കൊടുത്തത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന യെസ് വളവിൻ്റെ അടുത്തൊരു ഞണ്ടെടുക്കുന്നവിടെ. അത് നമുക്ക് അറിയത്തില്ലായിരുന്നു അന്ന് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് നല്ല വില തരും. അപ്പോൾ അതാ ഇനി അവിടെ കൊണ്ടുപോയി ഞണ്ട് കൊടുക്കാം. അപ്പം നമുക്ക് അവിടെ പോകുന്ന ഒക്കെ കാണാം കേട്ടോ. ഞണ്ട് കൊടുക്കാൻ പോകുന്നതൊക്കെ ഒന്ന് കാണാം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാനും കുട്ടനും കൂടെ പോയി മീൻ മേടിക്കാൻ പോയ ആ സ്ഥലത്ത്, രണ്ടാമത് പോയ ആ സ്ഥലത്താണ് ഞങ്ങളിന്ന് ഞണ്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങ് വരെ ഉണ്ടല്ലോ വല, ഇല്ലയോ? പൊടിഞ്ഞണ്ടൊന്നും കാണാനില്ല, ഇല്ലയോ? ഇനിയിപ്പം നമുക്ക് വലയിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അതാണ് സത്യം. തരുമ്പോഴെല്ലാ ദിവസവും തരത്തില്ലല്ലോ. അവിടെ പോകുമ്പോഴും മീനുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോരായില്ലേ? അപ്പം കറിക്കുള്ള മീൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരാം. അവിടെ ചിലപ്പം ഇന്ന് വള്ളക്കാർ കാണും, കോരുകാർ കാണും. എന്തെങ്കിലും ഇച്ചിരി മേടിക്കാം. അവിടെ എപ്പോഴും അവർ വീട്ടിൽ തന്നെ എപ്പോഴും കാണത്തില്ലേ പയ്യനെ?
ഞാൻ എടുക്കുന്നേ. ചേട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കുറേ ദിവസമായി ഇതുപോലെ വലയിട്ടിട്ട് ഒന്നും കിട്ടാൻ നമ്മൾ വല മടക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ ഇന്നലെ നമുക്കെന്നാൽ ഒന്നുകൂടെ ഒന്ന് ഇടാമെന്നുള്ളത് വെച്ച് ഇടണ്ടാന്ന് ഞാൻ 2-3 ദിവസം കൊണ്ട് ഇടാൻ ഒരുങ്ങും. ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെ ഇന്നലെ വിചാരിച്ചെങ്കിൽ വെറുതെ ഇരിക്കണ്ട, ചേട്ടനൊരു ജോലി ചെയ്യുന്നെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അതുകൊണ്ടൊരു ടെൻഷനും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നാൽ വല ഇടാമെന്ന് കരുതിയതാണ്. അപ്പോൾ അത് ഇട്ടത് കൊണ്ട് നമുക്കൊരു ഭാഗ്യം, നമുക്ക് കിട്ടാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. വേറെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ല അവിടെ ഇനി ഒരു ചെറിയ കരിമീൻ പള്ളത്തി ഏതാണ്ടൊന്ന് കിടക്കും. നമ്മളിങ്ങോട്ട് വന്നപ്പോഴൊന്ന് കണ്ടായിരുന്നു. കരിമീൻ പള്ളത്തി ആണെന്നാണ് തോന്നുന്നത്, അതോ ഇനി ഇല വല്ലതും ആണെന്നൊന്നും അറിയത്തില്ല. ഒരുപാട് പുലർന്നിനി ചെന്നിട്ട് വേണം കാപ്പിയുണ്ട്. വാവയുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് ഇത്തിരി താമസിച്ചായാലും നമുക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ, അല്ലയോ? 8 മണിയായിട്ടായാലും. മറ്റേത് അങ്ങ് പോകുമ്പോൾ അവിടെ രാവിലെ അന്നേരം പോകണം, ഇല്ലയോ? ഇതിപ്പം കെട്ടി റെഡിയാക്കി ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. അയാളിങ്ങനെ ബമ്മി കിടക്കട്ടോ. ഒരുപാട് അങ്ങനെ ഇട്ടേക്കുന്നുണ്ട്, മലർത്തി ഇട്ടേക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചരുത്തി കിടന്ന് പ്രശ്നം ഉണ്ടാകും. ഇപ്പം വല കുറച്ച് ഭാഗത്തും കൂടെ ഉള്ളു കേട്ടോ. അത് കേട്ടാ അടിച്ചേ. ഒരു കരിമീനുണ്ട് കേട്ടോ. ഒന്ന് പൊക്കിയേട്ടാ. ഏറ്റവും ഒരു കരിമീന, നല്ലൊരു കരിമീന. ഇത് കൂട്ടത്തോടെ അങ്ങാണ്ട് വന്നത്. അതും ഇങ്ങോട്ട് ഇട്ട വല ചെരുവത്തിലിടണ്ട. ഇട്ട പിന്നെ അയാൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാവത്തില്ല. കൂട്ടത്തോടെ വന്ന് ഒറ്റപ്പെട്ട ഒരാളാണ് കേട്ടോ. ഇങ്ങോട്ട് ഞെറിഞ്ഞിട്ടേരെ. അത് രാവിലെ ഇപ്പോഴങ്ങാണ്ട് വീണതാ, അല്ലയോ? നല്ല ജീവനോടെയുണ്ട്. ഒരെണ്ണം കൂടെ കിട്ടിയെങ്കിൽ ഒരു കറിക്കുണ്ടായിരുന്നില്ലേ? ആ മീൻ വീഴുന്നില്ല, മീനില്ല, അതാ. കരിമീൻ വീണ് കഴിഞ്ഞാൽ വലിയ പാട ഇളകാൻ. തെറിച്ചത് പോവേ ആകെ ഉള്ളത്. ഈ ഒരു മരം കണ്ടോ ഉണങ്ങി, വർഷങ്ങളുണ്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുക. എന്നിട്ട് പൊടിഞ്ഞ് വീഴുന്നതും ഇല്ല. ആരും വെട്ടിയെടുക്കണമെങ്കിൽ വെട്ടിയെടുക്കാം അത് നമുക്ക്. പക്ഷേ വേറെ അവർ ഇവിടെ വരുന്നവരൊന്നും അല്ല. വലിയ കണ്ണി ഒരറ്റത്തുനിന്ന് ഇളക്കിയിട്. ഇത്രയും ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കരിമീൻ. ഇത്രയുണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു വിടുക കേട്ടാ. തലയ്ക്ക് പിടിക്കും നല്ലപോലെ. അത് ചാടി വെള്ളത്തിൽ തന്നെ പോകാതെ. വല വീട്ടിൽ കൊണ്ടുപോകണമല്ലോ കേട്ടോ. ഇല്ലേ? ഇനിയൊന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ വല കണ്ടതാ കിടക്കുന്നു. ഇവിടെ വരെ നമ്മൾ ഇട്ടിട്ടുള്ളൂ വല. ഇവിടെ ഉള്ളായിരുന്നു, കുറേ ഉണ്ടായിരുന്നു വല, കണ്ടമാനം വലയുണ്ടായിരുന്നു. പക്ഷേ
വലയെല്ലാം പൊടിഞ്ഞു പോയി. കുരുക്ക് ഇവിടെ കുറേ ചുള്ളി നാളിലായ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതാ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടെ കിടക്കുന്നത്. ഇനി അങ്ങോട്ടൊന്നുമില്ല. അതെന്തോ ഇലയാന്നോ? വല അവിടെ ചുരുണ്ടു പോയല്ലോ. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ സാധനം ഇതാ. അപ്പം ഇത്രയും സാധനമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു ഞണ്ട് ഇത്രയും കിട്ടിയിട്ടുള്ളതെന്ന് ഇത് വലിയൊരു കാര്യം കേട്ടോ. ഞണ്ടിൻ്റെ വില വെച്ച് നോക്കിയാൽ നമുക്കൊരു ഒരുപാട് വലിയ ഉപകാരമായത് കിട്ടിയത്. ഇന്ന് ചേട്ടൻ്റെ മുഖത്തിനൊക്കെ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയി വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് ഞണ്ടൊക്കെ ഇളക്കിയെടുക്കുന്നത് കാണാം. അപ്പോഴേ ഞങ്ങൾ വലയൊക്കെ എടുത്ത് തിരിച്ചിഞ്ഞോടിഞ്ഞ് പോരും കേട്ടോ. എന്നിട്ട് ഇനി വീട്ടിൽ ചെന്ന് ഇതിൻ്റെ വലയിലെ വലയിലെ ഇടല ഞണ്ടിൻ്റെ കുരുക്കൊക്കെ ഞണ്ടാകെ കുരുങ്ങി മറിഞ്ഞ് കേട്ടോ. ഇപ്പം ഞങ്ങൾ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം വീട്ടിൽ ചെന്ന് ആ കുരുക്കൊക്കെ ഇളക്കി അവനെ എടുത്ത് റെഡിയാക്കി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ വീടാണ് ആ കാണുന്നത്. നമ്മൾ വള്ളം ഇടുന്ന ഇവിടെയായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ ഇട്ടിട്ട് നമുക്ക് അതുവഴി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അതാ നമ്മൾ വള്ളം അങ്ങ് കൊണ്ടുപോയി ഇടുന്നത്. കുരുങ്ങി നാശമായി കളഞ്ഞു അല്ലേ. ആ കരിമീനെ എടുത്ത് മാറ്റിയിട്ടല്ലേ. അവനെ പിടിച്ചു കഴിഞ്ഞാലേ വലിയ പാടാ. കട്ടിച്ചുടുന്നു. ഭയങ്കര കുരുക്കട്ട. കാലിലും ചെറിയ ചെറിയ തൊഴകാലിലും പറുകാലിലും എല്ലാം കുരുക്ക് വീണ്. പിടിക്കണോ അവിടെ? പിടിച്ചോളാം. എടാ അടങ്ങിക്കിടേടാ അവിടെ ചെറുക്ക. അടങ്ങിക്കിടേടാ അവിടെ. അടങ്ങിക്കടേടാ ചെറുക്ക അവിടെ. എന്താടാ പ്രശ്നം? പ്രശ്നം രൂക്ഷമാണോടാ? എടാ ചെറുക്ക. എടുക്കാൻ വലിയ പാടാണ്. ഇളക്കാൻ ചേട്ടാ അവിടെ അത് എടുക്കാൻ ചേട്ടാ. അവന് വലിയൊരു ഭംഗിയുണ്ട്. അവന് അടങ്ങിയിടാ ചെറുക്ക. ചരട് ആ തോളെ കിടക്കുന്നു. അത് ഇളക്കി തീർന്നില്ലല്ലോ. എവിടെ വെച്ചാ കെട്ടുന്നത്? പുറത്തിറക്കി കെട്ടുമല്ലേ? ആ കൈയുടെ ഷർട്ടിൻ്റെ ഇത് അങ്ങോട്ട് മാറ്റിയിട്.
ഈ ഒരു കെട്ട് മതി കേട്ടാ. അപ്പോഴേ നമുക്കിനി ഒന്ന് തൂക്കി നോക്കാം കേട്ടോ. ദൈവമേ സർവേശ്വര പ്രാണി അമ്മേ. നല്ല കട്ടികളേണ്ട അല്ലേ? അപ്പം നമുക്കൊന്ന് തൂക്കി നോക്കാം. എത്ര ഉണ്ട് ചേട്ടാ? ഇതിലൊന്ന് 400 കാണിക്കുന്നത്. ഒന്ന് 400. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോഴും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇപ്പം നമുക്കൊരു ഞണ്ടൊക്കെ കിട്ടിയത് വലിയൊരു സന്തോഷം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പരിസരങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള മീനും ഞണ്ടും ഒക്കെ കിട്ടുന്നത് കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതെ, ഞങ്ങൾക്ക് വീഡിയോ മാത്രം ആവുന്നില്ല, ഇതുപോലെ ഞണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ കാര്യങ്ങളല്ല വലിയ കാര്യങ്ങളാണ് ഇത്രയും ഒരു ഞണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കിട്ടുന്നത് കേട്ടോ. അത് നിങ്ങളുടെ കൂടി പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇനിയും വലിയ ഞണ്ട് കിട്ടാനൊക്കെ പ്രാർത്ഥിക്കണേന്ന്. അപ്പം നിങ്ങളുടെ കൂടി പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അടുത്ത കാഴ്ചയായിട്ട് വരാം. അപ്പോൾ ഇനി ഞണ്ട് കൊടുക്കാൻ പോകുന്ന ഒരു വീഡിയോ അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.